കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ നമ്മുടെ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് എത്ര വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചോര നീരാക്കി പണിയെടുത്ത് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ ഏക ആശ്രയമായ ക്ഷേമനിധി പെൻഷൻ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. 3 മാസമായി പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച മുതൽ 1 മാസത്തെ പെൻഷൻ വിതരണം, അതായത് മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ബാക്കി കുടിശ്ശിക എപ്പോൾ കിട്ടും? ഈ സാഹചര്യത്തിൽ നമ്മൾ ഇനിയും അംശാദായം അടയ്ക്കണമോ? ജൂലൈ 21 സമരത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി നമ്മൾ ഇന്ന് സംസാരിക്കുകയാണ്. വീഡിയോ മുഴുവനായും കാണുക, ഷെയർ ചെയ്യുക. നമുക്കറിയാം, പ്രതിമാസം 350 രൂപയോളം അല്ലെങ്കിൽ 200 രൂപയോളം അടയ്ക്കുന്ന പ്രവാസികൾക്ക് 60 വയസ്സിന് ശേഷം 3500 രൂപ മുതൽ 6999 രൂപ വരെ, അതുപോലെ 3000 രൂപ മുതൽ 6999 രൂപ വരെ പ്രതിമാസ പെൻഷൻ ഉറപ്പ് നൽകുന്നതാണ് ഈ പദ്ധതി. കൂടാതെ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ അവസ്ഥ എന്താണ്? ഏകദേശം 95,000 പ്രവാസികൾക്കാണ് ഇന്ന് പെൻഷൻ ലഭിക്കേണ്ടത്. 1 മാസത്തെ പെൻഷൻ വിതരണത്തിന് മാത്രം ഏകദേശം 30 കോടി രൂപയാണ് ആവശ്യം. എന്നാൽ ബോർഡിൻ്റെ പക്കൽ നിലവിലുള്ളത് 15 കോടി രൂപ മാത്രമാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സ്വന്തം വരുമാനം കൊണ്ട് മാത്രം ബോർഡിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് കാരണം ആവുകയുള്ളൂ എന്നും ഇത് വ്യക്തമാക്കുന്നു. പ്രവാസികൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഇനിയും അംശാദായം അടയ്ക്കണമോ വേണ്ടയോ എന്നത്. ഇപ്പോൾ പല പ്രവാസികളും ചോദിക്കുന്ന ഈ ചോദ്യത്തിന് പെൻഷൻ കൃത്യമായി കിട്ടാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇനിയും എന്തിനാണ് അംശാദായം അടയ്ക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. തീർച്ചയായും അംശാദായം നാം അടയ്ക്കണം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അംശാദായം അടയ്ക്കുന്നത് നിർത്തിയാൽ അത് നമ്മുടെ അംഗത്വം റദ്ദാകുന്നതിനോ അല്ലെങ്കിൽ ഭാവിയിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിനോ കാരണമാകും. ഈ പെൻഷൻ എന്നത് സർക്കാരിൻ്റെ കാരുണ്യമല്ല, നമ്മുടെ അവകാശമാണ്. നമ്മുടെ അംശാദായം കൃത്യമായി അടച്ചു തീർക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ അവകാശത്തിന്മേൽ പൂർണ്ണമായ അധികാരം ഉണ്ടാവുകയുള്ളൂ. താൽക്കാലിക പ്രതിസന്ധികൾ കണ്ട് ഭയന്ന് നമ്മൾ അടവ് മുടക്കരുത്. ലഭിക്കുന്ന സേവനങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറുന്നു എന്ന ആശങ്ക ഇന്ന് ജനങ്ങൾക്ക് ഇടയിലുണ്ട് താനും. അത് ക്ഷേമ പെൻഷനായാലും ആശുപത്രികളായാലും ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇതിനെതിരെയാണ് പ്രവാസികളുടെ ശബ്ദം ഉയരുന്നത്. മുടങ്ങിയ പെൻഷൻ വിതരണം ചെയ്യുക, കുടിശ്ശികകൾ തീർക്കുക, ബോർഡിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ 21 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ശക്തമായ സമര പരിപാടികൾ നടക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലെ ക്ഷേമനിധി ഓഫീസുകളിലേക്ക് പ്രവാസികൾ മാർച്ച് നടത്തുന്നുണ്ട്. നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഈ സമരത്തിൽ പങ്കാളികളാകേണ്ടത് ഓരോ പ്രവാസിയുടെയും ആവശ്യമാണ്. തിങ്കളാഴ്ച മുതൽ 1 ഗഡു പെൻഷൻ, അതായത് മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന വാർത്തകൾ പ്രത്യാശ നൽകുന്നതാണ്. 1 ഗഡു ലഭിച്ചാലും ഇല്ലെങ്കിലും കുടിശ്ശികയും പെൻഷൻ പരിഷ്കരണവും പൂർണ്ണമായി നടപ്പിലാവുന്നതുവരെ ഈ പോരാട്ടം തുടരേണ്ടതുണ്ട്. പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: നിങ്ങളുടെ അംശാദായം കൃത്യമായി അടയ്ക്കുക, ആകുലതകൾ മാറ്റിവെക്കുക. നാം ചോര നീരാക്കി വളർത്തിയ ഈ നാട് നമ്മളെ കൈവിടില്ല. അതിനായി നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ശബ്ദം ഉയർത്തണം. പ്രവാസികളുടെ ഈ ന്യായമായ സമരത്തിന് നിങ്ങളുടെ പിന്തുണ അറിയിക്കുക. ഈ വീഡിയോ പരമാവധി പ്രവാസി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.